പ്രോഗ്രാം ബോറിംഗ് ആയി തുടങ്ങിയെന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായി. കാരണം സിബിൻ ഇല്ലാത്തതുകൊണ്ട് ഈ ആഴ്ച എന്താണെങ്കിലും ഭയങ്കര ബോറിംഗ് ആണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായതുകൊണ്ട് സിജോയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രോമോയൊക്കെ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും അതൊരു നല്ല കാര്യമാണ്. ലാലേട്ടൻ അന്ന് എൻ്റെ കയ്യിൽ പിടിച്ചൊന്ന് പ്രസ് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പോൾ ഒരു എനർജി കിട്ടി. ആ എനർജി എനിക്ക് എൻ്റെ ജീവിത അവസാനം വരെ കൂടെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗൊക്കെ ആയിരുന്നു സിജോ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനൊരു തീപ്പൊരിയായിട്ടല്ല വന്നേക്കുന്നത്, ഒരു കാട്ടുതീയായിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ ഞാൻ കത്തിച്ച് എല്ലാം ഇല്ലാണ്ടാക്കും, എല്ലാവരെയും പുറത്താക്കും എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ആ പ്രോമോയിൽ. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം കാണാം. പിന്നെന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എനിക്കും ചെറുതായിട്ട് തോന്നുന്നുണ്ട് എന്തോ സർപ്രൈസ് വരുമെന്ന്. നമ്മുടെ സിബിൻ എന്താണെങ്കിലും പുറത്ത് പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിഗ് ബോസ് ഒരു വാക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ പുറത്തോട്ട് വിടുന്നു എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഇവിടുന്ന് പുറത്തു പോയി എന്നല്ല പറഞ്ഞത്. പുറത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ നിരീക്ഷണത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു. അവരുടെ ഡോക്ടർമാരെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ലാലേട്ടൻ വന്ന് സോറി പറഞ്ഞാലേ അവൻ സമ്മതിക്കുള്ളൂ എന്നറിയില്ല. കാരണം അവന്മാരെ വർത്താനാണ് അയാൾ പറഞ്ഞത്. അതിലാണ് അവൻ ആകെ ഡൗൺ ആയി പോയത്. അവൻ ഭയങ്കര ഇങ്ങനെ കൂളായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. നേരത്തെ ഒരു സംസാരത്തിൽ മറ്റേ അൻസിബ ഋഷിയുടെ അടുത്തൊക്കെ വർത്തമാനം പറയുമ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അവരുടെ കിച്ചൺ വരെ പോകും, ഞാൻ അവരുടെ കിച്ചണിലിരുന്ന് കഴിക്കും, ഞാൻ അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെടുന്നത് എന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞത്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ കാര്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ. ഒരുപാട് അങ്ങ് ഇൻവോൾവ് ആയിപ്പോയി. ഒരുപാട് ഇൻവോൾവ്മെൻറ്റും ഇതുപോലത്തെ ഷോയിലൊന്നും ശരിയല്ല. കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണല്ലോ. ഒരുപാട് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ച് പുറത്ത് കളയും. ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും ഏതൊരു ഫീൽഡിലായാലും ഒരുപാട് ഇൻവോൾവ്മെൻറ്റ് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് നിങ്ങൾ പൊങ്ങി വരുന്ന കണ്ടു കഴിഞ്ഞാൽ, അത് നടത്തിപ്പുകാർക്ക്, നിങ്ങളെ കൊണ്ടുവന്നവർക്ക് തന്നെ അത് പിടിക്കത്തില്ല. ഒരു പെരുന്തച്ചൻ ലൈനാണത്. നാളെയും നമുക്ക് കാണാം. ഇന്നും ഈ ആഴ്ചയും ഉള്ള സർപ്രൈസൊക്കെ കാണാം. ആ ജാസ്മിൻ ഒന്ന് പുറത്ത് പോയി കിട്ടിയിരുന്നെങ്കിൽ, ജാസ്മിനും നോറയും വളരെ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഫീലിംഗ്.